കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് നിസാ, സ്ത്രീകൾ എന്ന അധ്യായമാണ്. അതിലെ 6-ാമത്തെ ആയത്താണ്. ഒരായത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തിട്ടുണ്ട്. ഈ ഒരായത്തിലെ പ്രധാനപ്പെട്ട നിയമം, ചർച്ച എന്ന് പറയുന്നത്, നേരത്തെ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അനാഥകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഈ ആയത്ത് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഈ ആയത്ത് ഇറങ്ങിയത് യതീമീങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളുകളുടെ വിഷയത്തിലാണ്. അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളുകളുടെ വിഷയത്തിലാണ്. യതീം ഖാനകൾ നടത്തുന്നവർ, യതീമീങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തവർ, കുടുംബത്തിൽ നിന്നും യതീമീങ്ങളായവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നിലയിൽ യതീമീങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ ആയത്തിൽ പറയപ്പെടുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലൊന്നാമത്തെ കാര്യം വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ. യതീമീങ്ങൾ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവര് വിവാഹപ്രായം ആകുന്നതുവരെ അനാഥകളെ അവർ പക്വത പ്രാപിച്ചോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒന്നാമത്തെ വിഷയമാണ്. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കൊച്ചുകുട്ടി, ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അനാഥയായി അല്ലെങ്കിൽ അനാഥനായി നിങ്ങളുടെ സംരക്ഷണയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ഏറ്റെടുക്കുന്ന വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ വിവാഹപ്രായമാകുന്നത് വരെ, അതുപോലെ തന്നെ അവർ പക്വമതികളാകുന്നത് വരെ നിങ്ങൾ അവരെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും കൊണ്ടിരിക്കണം. ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദ, അങ്ങനെ അവർ കാര്യപ്രാപ്തി കൈവരിച്ചവരായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ, സ്വന്തമായ ജീവിത ചെലവുകൾ പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ അവരുടെ വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, രണ്ടാമത് ചെയ്യേണ്ടത് ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ സമ്പത്തെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. എത്ര ഉത്തരവാദിത്തമാണ്! ചെറിയൊരു കാര്യമല്ല അനാഥകളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യമല്ല അനാഥകളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ തഅകുലൂഹാ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറൂ, അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു, അവർ വളർന്ന് വലുതാവുകയാണല്ലോ എന്ന് കരുതി അവരുടെ ധനത്തെ നിങ്ങൾ ദൂർത്തടിച്ച് ധൃതിയിൽ തിന്നു തീർത്ത് കളയരുത്, ചെലവഴിച്ച് കളയരുത്. മൂന്നാമത്തെ കാര്യം അല്ലാഹു പറയുന്നു, അനാഥകളുടെ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക്, അവരുടെ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്, അവർ വളരുകയാണല്ലോ, കാര്യപ്രാപ്തിയിലേക്ക് എത്തുകയാണല്ലോ എന്ന് വിചാരിച്ച് അത് ദുർവ്യയം ചെയ്ത് ദൂർത്തടിച്ച് അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിച്ച് അത് നിങ്ങൾ തീർത്ത് കളയരുത്. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം പറഞ്ഞു, വമൻ കാന ഗനിയൻ ഫൽയസ്തഅഫിഫ്, അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുത്തയാൾ സമ്പന്നനാണ്. അയാളുടെ പക്കൽ അയാൾക്ക് കഴിയുന്നതിനുള്ള ജീവിത ചെലവുകൾ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും സമ്പത്തുക്കളും അയാളുടെ പക്കലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അനാഥകളുടെ സ്വത്തിൽ നിന്നും ഒന്നും എടുക്കാതെ മാന്യമായി അവരെ പരിചരിക്കണം. നാലാമത്തെ കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ധനമുണ്ട്, അവരുടെ സമ്പത്തിൽ തൊടേണ്ട ഒരു കാര്യമില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ മാന്യമായ നിലയിൽ അവരുടെ സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാതെ മാന്യമായ നിലയിൽ അവരോട് പെരുമാറണം, മാന്യത കാണിക്കണം. അഞ്ചാമത്തെ വിഷയം, വമൻ കാന ഫഖീറൻ ഫൽയഅകുൽ ബിൽ മഅറൂഫ്. ഇനി പരമദരിദ്രനായ ഒരാളാണ്, അയാളുടെ കൈകളിലേക്ക് ആണ് അനാഥയുടെ സ്വത്തും അനാഥ മക്കളും അവരുടെ കയ്യിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമായത്, അദ്ദേഹത്തിന് ആഹരിക്കാൻ ആവശ്യമായത്, ന്യായമായത് അതിൽ നിന്നും എടുത്തു ഭക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഫൈദാ ദഫഅതും ഇലൈഹിം അംവാലഹും ഫഅശ്ഹിദു അലൈഹിം. ഇനി അവർ കാര്യപ്രാപ്തിയിലെത്തി സ്വയം കാര്യങ്ങൾ നിർവഹിക്കാൻ അവർ കഴിവുള്ളവരാണ്, ആ നിലയിൽ ഉയർന്നു വളർന്നു എത്തിയെങ്കിൽ അവരുടെ സമ്പത്ത് അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ മേൽ സാക്ഷികളെ നിശ്ചയിക്കണം. നാളെ ഒരവസരത്തിൽ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാനുണ്ടാകും. അവരുടെ ആരെങ്കിലും ആയിരിക്കില്ല, നാട്ടിൽപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോദ്യം ചെയ്യാൻ ഇടവരും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും സാക്ഷികളെ വെക്കണം. അഞ്ചാമത്തെ കാര്യം. ഈ ആയത്ത് പറഞ്ഞു നിർത്തുന്നത് നോക്കണേ അല്ലാഹു. വഖഫാ ബില്ലാഹി ഹസീബാ. കണക്ക് നോക്കാൻ അല്ലാഹു തന്നെ മതി. എത്ര കൃത്യമാണ് മുഅ്മിനീങ്ങളെ. ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ, വളരെ ലളിതവും സരളവുമായ രീതിയിൽ, വളരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥകളുടെ സംരക്ഷണം എவ்விதമായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അല്ലാഹു ചുവടെ പറഞ്ഞു നിർത്തിയത് ഒരൊറ്റ വാക്കാണ്, വഖഫാ ബില്ലാഹി ഹസീബാ. കൃത്യമായ കണക്ക് നോക്കാൻ അല്ലാഹു തന്നെ മതി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഈ പറഞ്ഞ 5 നിയമങ്ങളുണ്ടല്ലോ, ആ 5 നിയമങ്ങളിൽ വളരെ സൂക്ഷ്മമായി കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി അനാഥകളുടെ സ്വത്തുക്കളെ, അനാഥകളുടെ സംരക്ഷണത്തെ കൈകാര്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ നടുവിരലും അവിടത്തെ ചൂണ്ടുവിരലും, ഈ 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ഞാനും ഈ അനാഥകളെ വളരെ സൂക്ഷ്മതയോടുകൂടി അനാഥകളെയും അവരുടെ സ്വത്തുക്കളെയും സംരക്ഷിച്ച പരിപാലിച്ച ആളുകൾ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി. കണ്ടാ, സ്വർഗം കിട്ടണമെങ്കിൽ സൂക്ഷ്മത വേണം. സ്വർഗം കിട്ടണമെങ്കിൽ സൂക്ഷ്മത വേണം, നന്നായിട്ട് നല്ല സൂക്ഷ്മത വേണം, തഖ്വ വേണം, അല്ലാഹുവിന്റെ ഭയപ്പാട് വേണം. നാളെ ഇങ്ങനെ ആയിരിക്കും, നാളെ ഞാനും അവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം നബിതങ്ങളോട് അടുത്ത് നാളെ സ്വർഗം ലഭിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് അനാഥകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അവരെ പോറ്റി വളർത്തുക എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇടയിലും ചില ആളുകളുണ്ട്, എങ്ങനെയോ വന്നുപെട്ട അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയും അവരുടെ വിവാഹ പ്രായമെത്തിയപ്പോൾ വളരെ മാന്യമായ നിലയിൽ അവരെ വിവാഹം കഴിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ. അല്ലാഹു ആ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് അങ്ങനെ അനാഥകൾ വരികയാണെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളതാണ് ഈ ആയത്തിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.